വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. 2024-25 സീരീസിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടൻസിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പറേഷൻ ആൻഡ് GK ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കോഡ് 1067/2025 നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവിലൂടെ ക്ലാസ് നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോപ്പറേറ്റീവിലോ നന്നായി പഠിക്കണം, മുഴുവനായിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ചാനൽ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, കൂടാതെ നമ്മൾ ഈ യൂട്യൂബിൻ്റെ ചെയ്യുന്ന എല്ലാ നോട്ട്സും അവിടെ PDF നോട്ട്സ് അവിടെ ഫോൾഡർ വൈസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 1067/2025 ആണ് കേട്ടോ കോഡ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഡ് അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മൾ പറയുന്നത് 692 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് കോപ്പറേഷൻ ആൻഡ് GKയിൽ 692 കോഡ് നമ്പർ ക്വസ്റ്റ്യനിൽ നമ്മളൊരു സബ്സ്ക്രൈബർ സുഹൃത്ത് പറഞ്ഞിരുന്നു, നമ്മൾ ഫൈനൽ കീ വന്നപ്പം ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വാട്ട് ഈസ് എ കോമൺ ചാലഞ്ച് ഫേസ്ഡ് ബൈ കോപ്പറേറ്റീവ്സ് റിഗാർഡിംഗ് മെമ്പർ എഡ്യൂക്കേഷൻ. മെമ്പർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് കോപ്പറേറ്റീവ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ച് എന്തായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അന്ന് പ്രൊവിഷനിൽ കൊടുത്തിരുന്നത് ഹെവി കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. പക്ഷേ ഫൈനൽ കീ വന്നപ്പോൾ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് എന്നാണ് കേട്ടോ. ആൻസർ കീ പുതിയത് കൊടുത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ആണ്. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക, PYQന് ഒരുപാട് പ്രാധാന്യമുണ്ട്. PYQ തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടൻസി ആണെങ്കിലും കോപ്പറേഷൻ ആണെങ്കിലും GK ആണെങ്കിലും കേട്ടോ, PYQ നന്നായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ അത് ഉപകാരപ്പെടും. അപ്പോൾ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് നോക്കാം. എ ബജറ്റ് പ്രിപ്പയർഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫങ്ഷണൽ ബജറ്റ്സ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം. അതായത് ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫങ്ഷണൽ ബജറ്റും കൂടിയുള്ള ബജറ്റിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, മാസ്റ്റർ ഉണ്ട്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? മാസ്റ്റർ ആണ് കേട്ടോ. മാസ്റ്റർ ബജറ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എസ്റ്റിമേഷനാണ് അല്ലേ. റവന്യൂവും എക്സ്പെൻസസും ഓവർ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലേക്കുള്ളതാണ്. ഇപ്പോഴത്തെ അല്ല, ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ഒരു എസ്റ്റിമേഷൻ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മളല്ലേ. എസ്റ്റിമേഷനാണ് റവന്യൂ എക്സ്പെൻസസും ഒക്കെ ഓവർ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള. യൂഷ്വലി അവർ എന്താണ് ചെയ്യുന്നത്? റീവാലുവേറ്റ് ചെയ്യും. ഓരോ പീരിയോഡിക് ബേസിസ് അനുസരിച്ച് അത് റിവാലുവേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സമ്മറിയാണ്. ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫങ്ഷണൽ ബജറ്റ്സ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം. ഇറ്റ് ഇൻ്റർപ്രറ്റ്സ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ബജറ്റുകൾ കൂടി ചേർത്തുകൊണ്ട് അത് കവർ ചെയ്യും വിത്തിൻ ഇറ്റ്സ് റേഞ്ച് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് എ സമ്മറി ബജറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫങ്ഷണൽ ബജറ്റ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം എന്നാണ് മാസ്റ്റർ ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പലതരത്തിലുണ്ട് കേട്ടോ. അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ജസ്റ്റ് രണ്ടെണ്ണം നമ്മൾ എടുത്തുവെന്നേ ഉള്ളൂ. അങ്ങനെ വെറൈറ്റി ടൈപ്പുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഫിക്സഡ് ബജറ്റ് എന്നും പറയും, ഫ്ലെക്സിബിൾ ബജറ്റ് എന്നും പറയും കേട്ടോ. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി, ഫിക്സഡ് ബജറ്റ് ആൻഡ് ഓൾസോ ഫ്ലെക്സിബിൾ ബജറ്റ്. ഫിക്സഡ് ബജറ്റ് എ ബജറ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓർ എ ഫിക്സഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫിക്സഡ് ബജറ്റ്. ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിക്സഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ബേസ് ചെയ്ത് സെറ്റ് ചെയ്തതാണ് എന്ത്, ഫിക്സഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. മാറുന്നതനുസരിച്ച് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്, അത് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അതാണ് വ്യത്യാസം. ഫ്ലെക്സിബിൾ ആകുമ്പം അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, എ ബജറ്റ് ഡിസൈൻഡ് ഇൻ എ മാനർ സോ ആസ് ടു ഗീവ് ദ ബജറ്റഡ് കോസ്റ്റ് ഓഫ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി ഈസ് ടേംഡ് ആസ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്നാണ് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഫിക്സഡും വാരിയബിളും ആയിട്ടുള്ള എല്ലാ എലമെൻസും ഈ ഫ്ലെക്സിബിളിൽ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷമാണ് ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിച്ചു കാണാറുള്ളതാണ് ഈ ഒരു മോഡൽ. അതായത് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, യൂസേജ് വാരിയൻസ്, കോസ്റ്റും മിക്സും, ഈ നാലും നിർബന്ധമായിട്ട് പഠിക്കണം. അതിൻ്റെ ഇക്വേഷൻ സഹിതം പഠിച്ചു വെച്ചാൽ ചില പ്രാവശ്യം പ്രൈസ് വാരിയൻസ് ചോദിക്കും, ചില പ്രാവശ്യം മിക്സ് ആവും ചോദിക്കുക, ചില പ്രാവശ്യം യൂസേജ് ആവും ചോദിക്കുക. അപ്പോൾ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം യൂസേജ് ആയിരുന്നു ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പം പ്രൈസ് വാരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കാം. ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആണോ, അതോ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണോ, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണോ, മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ആണോ? അപ്പോൾ ഇവിടെ പ്രൈസ് വാരിയൻസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. പ്രൈസ് വാരിയൻസ് ആണ്.
അപ്പോൾ ഈ 4 നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക, എഴുതിയെടുക്കുക, എന്നിട്ടൊരു ബോക്സിൽ വരച്ച് കോളം വരച്ച് എഴുതി വെക്കുക കേട്ടോ. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ യൂസേജ് വാരിയൻസും ചോദിക്കാറുണ്ട്. യൂസേജ് വാരിയൻസ് ആകുമ്പം എന്താ വ്യത്യാസം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, അതിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റി അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഗുണിക്കുക. ഓക്കെ. ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ടാണ് ഗുണിച്ചത്, ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ടാണ് ഗുണിക്കുന്നത് കേട്ടോ. ഓക്കെ. അവിടെ പ്രൈസ് ആയിരുന്നു, ഇവിടെ ക്വാണ്ടിറ്റിയാണ്, യൂസേജ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രൈസ് ആയിരുന്നു, ഇവിടെ ക്വാണ്ടിറ്റിയാണ് വരിക യൂസേജ് ആകുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്താണോ ആക്ച്വൽ ക്വാണ്ടിറ്റിയും അതുപോലെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ദാറ്റ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. വാല്യൂ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസിലാണ്, അതാണ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഹൗ എഫിഷ്യൻ്റ്ലി ദ ബിസിനസ് യൂസസ് ഇറ്റ്സ് റോ മെറ്റീരിയൽസ്, എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു അത് അളക്കുന്നതാണ് സംഭവം. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ഈക്വൽസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അതാണ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസിൻ്റെ ഇക്വേഷൻ. അത് കഴിഞ്ഞാൽ മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ആവുമ്പോൾ എന്താ? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും കൂടി കുറയ്ക്കുക. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, അതിന് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ് അവിടെയും വരുന്നത്, ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പം മെറ്റീരിയൽ മിക്സ് വാരിയൻസിൽ മെഷർ ചെയ്യുന്നത് ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു യൂസിങ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് മെറ്റീരിയൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യുമ്പം ഒറിജിനലി പ്ലാൻ ചെയ്തതിൽ നിന്നും വ്യത്യാസമായിട്ട് എന്ത് ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നാണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസിൽ വരുന്നത്. അവിടെ റിവൈസ്ഡ് വരും കേട്ടോ. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. പിന്നെ കോസ്റ്റ് വാരിയൻസ് ആണ് MCV. അപ്പോൾ കോസ്റ്റ് വാരിയൻസ് ആകുമ്പം അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്, അത്രേ നമ്മൾ ഓർത്തിരിക്കേണ്ടു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ആണ് എന്ത്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതിൽ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെയാണ് നമ്മൾ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് എഴുതാം. മൈനസ് ആക്ച്വൽ കോസ്റ്റിനെ എങ്ങനെ എഴുതാം? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എന്ന് എഴുതാം. അങ്ങനെ 2 രീതിയിൽ എഴുതുമ്പോൾ ഈ 2 ഇക്വേഷൻ ഫോം ചെയ്ത് വരും കേട്ടോ. അപ്പോൾ ഈ 4 ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ മെറ്റീരിയൽ നമ്മൾ ഇപ്പോൾ പ്രൈസ് വാരിയൻസ് ഓൾറെഡി ഇപ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക? കോളം വരച്ച് എഴുതി വെക്കുക കേട്ടോ. പിന്നെ ഉള്ളത് EOQ ആണ്. EOQൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. EOQൻ്റെ ഫുൾ ഫോം എന്താണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓർഡറിങ് ക്വാണ്ടിറ്റി എന്നാണ് EOQ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് EOQ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് EOQ. അതായത് ഓർഡറിങ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു പോയിൻ്റ് എന്താണോ അതാണ് EOQ എന്ന് പറഞ്ഞത്. അപ്പോൾ EOQൻ്റെ ഇക്വേഷൻ ചില സമയത്ത് ചോദിക്കാറുണ്ട്. 2CO ഡിവൈഡഡ് ബൈ I ആണ് EOQൻ്റെ ഇക്വേഷൻ കേട്ടോ. √2CO ഡിവൈഡഡ് ബൈ I ചോദിക്കാറുണ്ട്. അതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ കൺസംപ്ഷൻ ആണ്. O എന്ന് പറഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ആണ്. I പിന്നെ ഇൻട്രസ്റ്റും അതുപോലെ ക്യാരിയിങ് കോസ്റ്റുമാണ് കേട്ടോ. പെർ യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ EOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ലൈൻസ് ഇൻ്റർസെപ്റ്റ് ഈച്ച് അതർ, അതാണ് EOQ എന്ന് പറഞ്ഞാൽ. ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് എന്ത് പറയുന്നത്? EOQ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആർ എന്ത് ചാർജ് ആണെന്നാ? ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണോ, അതോ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ, ലയബിലിറ്റി ആണോ, അസറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഈ ചാർജ് ലയബിലിറ്റിയും അസറ്റും നമുക്ക് അല്ലാന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്താണ് എന്ന് നോക്കാം. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റും എന്താണെന്ന് നോക്കാം. ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്നും ചാർജ് ചെയ്യേണ്ടവയാണ് അല്ലേ. പ്രോഫിറ്റിൽ നിന്നും നിർബന്ധമായും ചാർജ് ചെയ്യേണ്ടവ. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നിർബന്ധമായും ചാർജ് ചെയ്യേണ്ട ചില ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം അതല്ല, ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് അപ്രോപ്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം അതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നത്, അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവ, അതാണ്.
അപ്പോൾ അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് എ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസും കൂടി മീറ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്കിയുള്ള കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, വാരിയസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അതിലെ ഒരു പർപ്പസാണ് ഈ ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ റിസർവ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതൊക്കെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് നിർബന്ധമായും മീറ്റ് ചെയ്യേണ്ടവയാണ്, എക്സ്പെൻസ് ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ഔട്ട് ഓഫ് ദ കമ്പനീസ് പ്രോഫിറ്റ്. വെദർ അവിടെ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ, മാറ്റി വെക്കണോ, അതൊന്നും അവർക്ക് അറിയണ്ട. ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ഉണ്ട്, അപ്പോൾ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ അതാണ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് എ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ടു വാരിയസ് പർപ്പസ്. ആ ഒരു പർപ്പസിലുള്ളതാണ് എന്ത്, ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താണ്, ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് എന്ന് ഓർത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ സെയിൽ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ഏതാണ്? അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ് എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ സെയിൽസ് ഓഫ് എ ഫേം എന്ന് പറയുമ്പോൾ. എന്നാലും നമുക്ക് എല്ലാം നോക്കി വെക്കാം. വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ടു കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ വിത്തിൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് മെറ്റീരിയൽസും ഡയറക്റ്റ് ലേബറും അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവുമല്ലോ, ഫാക്ടറി ഓവർ ഹെഡ്, അതൊക്കെയാണ് വർക്ക്സ് ഓവർ ഹെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണ്, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഒരു കമ്പനീനെ മാനേജ് ചെയ്യാൻ ഒരുപാട് ചിലവുകളുണ്ട് അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ കോസ്റ്റ് റിലേറ്റഡ് ടു മാനേജിങ് ഓവറോൾ ബിസിനസ്. അതാണ് അവിടെ അക്കൗണ്ടിങ് വരാം, ലീഗൽ വരാം, ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത് വരാം, അതെല്ലാം വരാം അഡ്മിനിസ്ട്രേറ്റീവിൽ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ്ലി കോസ്റ്റ്ലി റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോട്ടിംഗ്, ഡെലിവറിങ് എ പ്രോഡക്റ്റ് ഇൻ ടു കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെ, ഒരു പ്രോഡക്റ്റ് എത്തുന്നത് വരെയുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ദിസ് ഇൻക്ലൂഡ്സ് ലൈക്ക് സെയിൽസ് ആവാം, സാലറീസ്, അവരുടെ കമ്മീഷൻസ്, അഡ്വർടൈസിങ്, പാക്കേജിങ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരും. ഓക്കെ, പിന്നുള്ളത് മെറ്റീരിയൽ ഓവർ ഹെഡാണ്. മെറ്റീരിയൽ ഓവർ ഹെഡ് ഇൻഡയറക്റ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷനാണ് മെറ്റീരിയൽ ഓവർ ഹെഡ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ 4 വർക്ക്സ് ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ്. വർക്ക്സ് ഓവർ ഹെഡ് എന്താണ്, ഒരു സ്ഥാപനം വിത്തിൻ ദ ഓർഗനൈസേഷൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള പ്രോസസ്സാണ് കേട്ടോ. മെറ്റീരിയൽ ഓവർ ഹെഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ടതാകുന്നു. ഓക്കെ, അടുത്തത് ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൺ സെയിൽസ് ഈക്വൽസ് ടു. ഒരു ബ്രേക്ക് ഇവൺ സെയിൽസിൽ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ എന്തിന് തുല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻ ബ്രേക്ക് ഇവൺ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോഫിറ്റ്. ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. ആ ഒരു പോയിൻ്റാണ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് ഈ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ എന്തിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിന് തുല്യമായിരിക്കണം കേട്ടോ. ഫിക്സഡ് കോസ്റ്റിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ പ്രോഫിറ്റ് പ്രത്യേകിച്ച് ഇല്ലാത്തത്. ദർ ഇസ് നോ പ്രോഫിറ്റ് അറ്റ് ദ ബ്രേക്ക് ഇവൺ പോയിന്റ്. ദാറ്റ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൺ സെയിൽസ് ഈക്വൽസ് ടു ഫിക്സഡ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ പ്രോഫിറ്റ്. അറ്റ് ദ ബ്രേക്ക് ഇവൺ പോയിന്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ, അതായത് സെയിൽസ് റവന്യൂ മൈനസ് വാരിയബിൾ കോസ്റ്റിനെയാണ് ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ സെയിൽസ് റവന്യൂ മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കോസ്റ്റ് ഓഫ് ഓൺഡ് ക്യാപിറ്റൽ ഈസ് മെറ്റ് ഇൻ ദ ഫോം ഓഫ്, അതായത് ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഷെയർ ക്യാപിറ്റൽ തരുന്നു. അപ്പോൾ അങ്ങനെ ഓൺഡ് ക്യാപിറ്റൽ, അപ്പോൾ ആ ഓൺഡ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് മെറ്റ് ചെയ്യുന്നത്, എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണോ, ഡിവിഡൻ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവിഡൻ്റ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുക അല്ലേ. ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്താ കൊടുക്കുക, ഡിവിഡൻ്റ് ആണ് കൊടുക്കുക. ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്താ കൊടുക്കുക, ഡിവിഡൻ്റ് കൊടുക്കും. അങ്ങനെയാണ് അവരുടെ ഓൺഡ് ക്യാപിറ്റലിനെ നമ്മൾ മെറ്റ് ചെയ്യുന്നത്, അവർക്ക് ഡിവിഡൻ്റ് കൊടുത്തിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫണ്ട് ഫ്ലോ റിഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ. ഫണ്ട് ഫ്ലോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫണ്ട് ഫ്ലോ എന്ത് ചേഞ്ചസ്, ആരുടെ ചേഞ്ചസിനെയാണ് ഫണ്ട് ഫ്ലോ
പിന്നെ കാണിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നറിയപ്പെടുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചേഞ്ച് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നു വെച്ചാൽ എന്താണ് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലാണ് ഫണ്ട് ഫ്ലോ നോക്കുന്നത് കേട്ടോ. ഫണ്ട് ഫ്ലോ നോക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഫണ്ടിൻ്റെ മൂവ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ നോക്കുന്നത്. ഫണ്ട് ഫ്ലോ നോക്കുന്നത് എന്തിൻ്റെ മൂവ്മെൻറ്റാണ്? ഫണ്ടിൻ്റെ മൂവ്മെൻറ്റാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ എന്താണ്, അതൊരു വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസിലാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ എന്താണ് ഫണ്ട് ഫ്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ മേജർ ടൂൾ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്, അങ്ങനെയും പറയാം. ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്തിനുള്ള ടൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അനാലിസിസിനുള്ള ടൂളാണ്. അതുപോലെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയാം കേട്ടോ. അത് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസിനുള്ള ഇമ്പോർട്ടൻ്റ് ഒരു ടൂളാണെന്ന് പറയാം. അതൊരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ് അല്ലേ. ദാറ്റ് അനലൈസസ് ഒരു മൂവ്മെൻറ്റ് ഫണ്ട്, അതായത് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ ആൻഡ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള പിന്നെ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് നോക്കുന്നതാണ് അവരുടെ പണി അല്ലേ. ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്, എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിലെ എഫക്റ്റ് എന്താണ് എന്ന് പഠിക്കുന്നതാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിലെ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ യൂസ് ചെയ്തിട്ട് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അവരുടെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഫണ്ടുകളുടെ എങ്ങനെയാണ് ഫ്രം പ്രീവിയസ് ഇയർ ടു കറണ്ട് ഇയർ, അങ്ങനെയാണ് കമ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയറിലെ ആ ഒരു കറക്റ്റ് ഡാറ്റ നോക്കും, അതിനുശേഷം കറണ്ട് ഇയറിലെ ഡാറ്റ നോക്കും, അങ്ങനെയാണ് നോക്കുന്നത്. 2 കോൺസിക്യൂട്ടീവ് ടേംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ട്സ് ഫ്രം ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ടു ദ കറണ്ട് ഇയർ, അങ്ങനെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫണ്ട് ഫ്ലോ റിഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, പ്രത്യേകിച്ചും അവരുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് നോക്കുന്നത്. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്ത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നോക്കിയിട്ടാണ് അവർ ചേഞ്ചസ് മനസ്സിലാക്കുന്നത് കേട്ടോ. അടുത്തത് ഒരു ഡിഫറെൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. ദ ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്തൗട്ട് എനി മിസ്അപ്രോപ്രിയേഷൻ, അതായത് മിസ്അപ്രോപ്രിയേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അക്കൗണ്ടുകളിൽ ഫോൾസിഫിക്കേഷൻ നടത്തുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാഷ് ഓർ ഗുഡ്സ്, ക്യാഷിലോ ഗുഡ്സിലോ ഒരു മിസ്അപ്രോപ്രിയേഷനും ഇല്ലാതെ തന്നെ അക്കൗണ്ടുകളിൽ കൃത്രിമം കാണിക്കുക, അതിനെ പറയുന്നത് എന്താണ്? മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നാണ് പറയുക കേട്ടോ. മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നാണ് അതിനെ പറയുക. മാനിപ്പുലേറ്റ് ചെയ്യുക, അക്കൗണ്ടുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക നമ്മൾ നോർമലി കേട്ടിട്ടുള്ള വാക്കാണ്. അപ്പോൾ കേൾക്കാത്ത 3 എണ്ണം ഉണ്ട്, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ക്യാമോഫ്ലാഗിങ് എന്താണെന്ന് നോക്കാം. ക്യാമോഫ്ലാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അക്കൗണ്ടിങ് ടെക്നിക്കാണ്. എന്താ വെച്ചാൽ ഒരു കമ്പനിയുടെ ട്രൂ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഹെൽത്തിനെ മറച്ചു വെച്ച് അവർക്ക് കൂടുതൽ റവന്യൂ ഉണ്ടെന്നോ ലയബിലിറ്റീസ് ഹൈഡ് ചെയ്ത് കാണിക്കുക, എക്സ്പെൻസിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക, എന്നിട്ട് ആ കമ്പനി ദാൻ പ്രോഫിറ്റബിൾ ഇറ്റ് ഈസ് എന്ന് കാണിക്കാനാണ്, മോർ പ്രോഫിറ്റബിൾ ദാൻ ഇറ്റ് ഈസ് എന്ന് കാണിക്കുന്നതാണ് ഈ ക്യാമോഫ്ലാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമോഫ്ലാഗിങ് ഓഫ് അക്കൗണ്ട്സ് റിഫേഴ്സ് ടു ദ യൂസ് ഓഫ് അക്കൗണ്ടിങ് ടെക്നിക്സ് ടു ഡെലിബറേറ്റ്ലി ഒബ്സ്ക്യൂർ ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും ഒബ്സ്ക്യൂർ ചെയ്ത് കമ്പനിയുടെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ, പെർഫോമൻസ് ആൻഡ് ഹെൽത്ത് അല്ല കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത് വെച്ചാൽ ഇൻഫ്ലേറ്റിംഗ് റവന്യൂ, ഹൈഡിങ് ലയബിലിറ്റീസ് ഓർ മാനിപ്പുലേറ്റിംഗ് എക്സ്പെൻസസ് ടു മേക്ക് ദ കമ്പനി അപ്പിയർ മോർ പ്രോഫിറ്റബിൾ ദാൻ ഇറ്റ് ഈസ്, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് കാണിക്കുക, അതാണ്. പിന്നെ അതുപോലെ കോൺഫിസ്കേഷൻ ആണ് അടുത്തത്. ഈ കോൺഫിസ്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. എന്തെങ്കിലും ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ കോർട്ട് ഓർഡറോ അല്ലെങ്കിൽ ബാങ്ക് റെസ്ട്രിക്ഷനോ വഴി എന്തെങ്കിലും സസ്പെക്റ്റഡ് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ടോ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് പറയുന്നതാണ് കോൺഫിസ്കേഷൻ എന്ന് പറയുക. ഓക്കെ, അതുപോലെ റാറ്റിഫിക്കേഷൻ ഉണ്ട്. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ അപ്രൂവൽ ഓഫ് അക്കൗണ്ടുകൾക്ക് കിട്ടുന്ന അംഗീകാരം കൊടുക്കുക അക്കൗണ്ടുകൾക്ക്, അതാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ നോർമൽ പ്രൊസീജിയറാണ്, ഇതൊരു ലെജിറ്റിമേറ്റ് പ്രോസസ്സാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഈ 4 എണ്ണമാണ് നമുക്ക് പുതുമയായിട്ടുള്ളത്. അടുത്ത കൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയാൽ വിച്ച് കൺസെപ്റ്റ് ഡീൽസ് വിത്ത് ദ ഫാക്ട് ദാറ്റ് എ റുപ്പി റിസീവ്ഡ് ടുഡേ ഹാസ് എ ഹയർ വാല്യൂ ദാൻ എ റുപ്പി റിസീവ്ഡ് ലേറ്റർ. അതായത് ഇന്ന് ലഭിക്കുന്ന റുപ്പി റിസീവ്ഡ് ടുഡേ, ഇന്ന് കിട്ടുന്ന തുകയ്ക്ക് നാളെ അതിനേക്കാൾ വാല്യൂ കൂടുതൽ, റിസീവ്ഡ് ലേറ്റർ പിന്നീട് കിട്ടുന്ന തുകയേക്കാൾ വാല്യൂ ഉണ്ട്, ഹയർ വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത് എന്താണെന്നാണ്. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണി, റിയൽ വാല്യൂ ഓഫ് മണി, പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി, ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി. അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ടത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. TVM ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഈ താഴെ പറഞ്ഞിട്ടുള്ള 3 എണ്ണം. റിയൽ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ. ഇതിനൊക്കെ ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഡീപ്പായിട്ടുള്ള
നോളജ് ഒന്നും ആവശ്യമില്ല. ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പഠിക്കുക. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്കത് ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ പല ക്വസ്റ്റ്യൻസും നമ്മളെ നെറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 2023 ചോദിച്ചിട്ടുള്ളതൊക്കെ ഇതിലുണ്ട് കേട്ടോ, കാണാനുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് കാണാത്ത ക്വസ്റ്റ്യൻസ് നോക്കുമ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. 2023 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫെയർലി ലോങ് ടൈം ടു കം. അതായത് ബിസിനസ് ഒരു തുടർന്നുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്നാണ് ചോദ്യം അല്ലേ. ബിസിനസ് എൻറ്റിറ്റി ആണോ, ഗോയിങ് കൺസേൺ ആണോ, റിയലൈസേഷൻ ആണോ, ഡ്യുവൽ ആസ്പെക്റ്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ് എന്ത്, ഗോയിങ് കൺസേൺ പ്രകാരമാണ് ബിസിനസ് ഒരു ഇന്ന് തുടങ്ങി നാളെ പൂട്ടുന്ന സംഭവമല്ല അല്ലേ. അതൊരു ഗോയിങ് കൺസേൺ ആണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്ന് പറയുന്നതാണ് എന്ത്, സ്ഥിരമായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ ബിസിനസ് എൻറ്റിറ്റി, ബിസിനസ് ഒരു എൻറ്റിറ്റിയാണ് അല്ലേ. ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് എൻ്റർപ്രണർ. റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ റവന്യൂ റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഹാസ് ബീൻ ഏൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ റവന്യൂവിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ ഈ കൺസെപ്റ്റ് പ്രകാരം. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ്. പിന്നെ നമുക്കറിയാം ഡെബിറ്റും ക്രെഡിറ്റും 2 ആസ്പെക്റ്റ് ഉണ്ട് അല്ലേ. ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണല്ലോ ഓക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിങ് മൊത്തം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വെൻ ദ ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പോൾ ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമേഴ്സ് അക്കൗണ്ടാണ് വരിക. ഇവിടെ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, പകരം ഡെറ്ററെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെറ്ററെ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഉത്തരം ഡെറ്ററാണ്. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമേഴ്സ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നെയിം ദ പ്രോസസ് വെൻ എ ട്രാൻസാക്ഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആ പ്രോസസ്സിൻ്റെ പേര്? ഇറ്റ്സ് ജേർണലൈസിങ് അല്ലേ. ജേർണലൈസിങ് ആണ് ആ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് റിഫേഴ്സ് ടു ഇനീഷ്യൽ റെക്കോർഡിംഗ്, ഫസ്റ്റ് ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ വിച്ച് ഇസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. എല്ലാ ട്രാൻസാക്ഷൻസും ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത് ജേർണലിലാണ്. സോ ദാറ്റ് ഈസ് ജേർണലൈസിങ്. Name the process when a transaction is entered in the books of accounts. That is journalizing. Then posting ആണ്. പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫറിങ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ ജേർണൽ ടു ലെഡ്ജർ അക്കൗണ്ട്സ്, റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്. വെറും ലെഡ്ജർ അല്ല, അതാത് റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ദിസ് റിഫേഴ്സ് ടു പ്രോസസ് ഓഫ് വെരിഫൈങ് ദാറ്റ് ടോട്ടൽ ഡെബിറ്റ്സ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്സ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ്. അത് എൻഷുർ ചെയ്യണം, അപ്പോഴാണ് അക്കൗണ്ടിങ് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അക്കൗണ്ടിങ് ആക്യുറസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടോട്ടൽ ഡെബിറ്റ്സ് ഈക്വൽസ് ടു ടോട്ടൽ ക്രെഡിറ്റ്, ദാറ്റ് ഈസ് ബാലൻസിങ്. പിന്നെ ഓഡിറ്റിംഗ് പ്രോസസ് ഓഫ് എക്സാമിനേഷൻ, ഫിനാൻഷ്യൽ റെക്കോർഡ്, ആക്യുറസി, കംപ്ലയൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. അതാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ സെയിൽസ് റിട്ടേൺ ബുക്ക് ഏത് തരം ബുക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജേർണലാണോ, മെയിൻ ആണോ, ഡേ ആണോ, സബ്സിഡിയറി ബുക്കാണ്. അപ്പോൾ എല്ലാ സബ്സിഡിയറി ബുക്കുകളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. സബ്സിഡിയറി ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. എന്ത് ബുക്കാണ്? സബ്സിഡിയറി ബുക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബിൽ ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് ഫോർ പ്രൊവൈഡിങ് ഫണ്ട് ടു ബിസിനസ് ഫ്രണ്ട് ഇൻ നീഡ്. അതായത് ഒരു ഒഫീഷ്യൽ പർപ്പസിനല്ല, ഒരു സൗഹൃദപരമായ ഒരു രീതിയിൽ ബില്ല് ഡ്രോൺ ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് ട്രേഡ് ആണോ, ഡിമാൻഡ് ആണോ, അക്കോമഡേഷൻ എന്നാണ് പറയുക അല്ലേ. വിൻഡ് ബിൽ, അക്കോമഡേഷൻ ബിൽ, കൈറ്റ് ബിൽ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഫ്രീ ആണ്, ഒബ്ലിഗേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എങ്ങനെയാണ് കാണിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എക്സ്പെൻസ് ആണോ, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്താണ്? ഒരു ലയബിലിറ്റി ആണ് അല്ലേ. ഓക്കെ, ബാധ്യതയാണ്. അടുത്തത് കമ്മീഷൻ ഈസ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്.
ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണോ, അക്രൂഡ് ഇൻകം ആണോ, പ്രീപെയ്ഡ് ആണോ, അൺഏൺഡ് ആണ്. അപ്പോൾ ഈ നാലും എന്തായാലും പഠിച്ചു വെക്കണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഇത് ലയബിലിറ്റി ആണെന്ന് കണ്ടു അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ്, അതൊരു ഹാസ് ബീൻ ഇൻകേർഡ് ആണ്, പക്ഷെ പെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ സാലറി കൊടുക്കാനായിട്ടുണ്ട് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, അതാണ്. അക്രൂഡ് ഇൻകം എന്ന് വെച്ചാൽ ദിസ് റിഫേഴ്സ് ടു ഇൻകം ദാറ്റ് ഹാസ് ബീൻ ഏൺ ചെയ്തു ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. കിട്ടാൻ ആയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അസറ്റ് തന്നെയാണ്. ഓക്കെ. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഒരു സർവീസ് നമ്മൾ മുൻകൂട്ടി, ഇപ്പം നമ്മൾ അടുത്ത കൊല്ലത്തെ റെൻ്റ് അടയ്ക്കുന്നത് അതൊരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ എ സർവീസ് ഓർ ഗുഡ് ദാറ്റ് വിൽ ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചറിലേ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കൊടുത്തതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാധനത്തിന് നമുക്ക് ഇപ്പം തന്നെ വരുമാനം കിട്ടുക, അതാണ്. അൺഏൺഡ് ഇൻകം റിഫേഴ്സ് ടു റവന്യൂ ദാറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ബൈ എ കമ്പനി ബിഫോർ ദ ഗുഡ്സ് ഓർ സർവീസസ് ഹാവ് ബീൻ ഡെലിവേർഡ്. ഓക്കെ. ദിസ് ഇസ്, അപ്പോൾ അതും ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല സാധനം, പക്ഷെ അതിന് മുമ്പ് തന്നെ വന്നു, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്നാണ്. അപ്പോൾ ഈ ഒരു CGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഉത്തരമായിട്ട് വരും. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് എന്ത്, CGS അല്ലേ. നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽസ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ആണോ, CGS ആണോ, ടോട്ടൽ സെയിൽസ് ആണോ, നെറ്റ് സെയിൽസ് ആണോ വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അടുത്ത നോക്കാം. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ വേർ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഈവൻലി ആണ് ചാർജ് ചെയ്യുന്നത് എവറി ഇയർ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. ആ അസറ്റിൻ്റെ ലൈഫ് സ്പാൻ മുഴുവൻ ഈവൻലി ഒരേപോലെ എവറി ഇയർ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഏത് അക്കൗണ്ടിങ് മെത്തേഡാണ്, ഏത് ഡിപ്രീസിയേഷൻ മെത്തേഡാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈവൻലി ആണ് ചാർജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് കേട്ടോ. ഓക്കെ. ഡിമിനിഷിങ് ബാലൻസിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആദ്യം ഹയർ ഏർലി ഇയേഴ്സിൽ ഹയർ ചാർജ് ചെയ്യുന്നു, ദെൻ ഇറ്റ് സ്മോളർ എമൗണ്ട് ആകുന്നു, അതാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോക്ക് വെലോസിറ്റി ഏത് ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ആണോ, കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് ആണോ, ടൈം പീരിയഡ് ആണോ, എമൗണ്ട് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കിയിട്ടാണോ സ്റ്റോക്ക് വെലോസിറ്റി. അതൊരു കീ മെട്രിക് ആണ് കേട്ടോ. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എ കീ മെട്രിക് ദാറ്റ് ക്വാണ്ടിഫൈസ് ദ നമ്പർ ഓഫ് ടൈംസ് ഇൻവെൻട്രി ഈ സോൾഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്തിൻ എ ഗിവൺ ടൈം ഫ്രെയിം. ആ ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു ടൈം ഫ്രെയിമാണ് അവിടെ നോക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം നമ്പർ ഓഫ് ടൈംസ് ഇൻവെൻട്രി ഈ സോൾഡ് ആൻഡ് റീപ്ലേസ്ഡ്. അപ്പോൾ ഈ ടൈം ഫ്രെയിമാണ് അവിടെ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ടൈം പീരിയഡ് നോക്കിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഉത്തരം എന്താണ്, ടൈം പീരിയഡാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടൻസി എന്ത് ചെയ്യുക, പഠിക്കാനുള്ള റിവൈസ് ചെയ്യുക കേട്ടോ. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് എടുത്ത് റിവൈസ് ചെയ്യുക, പുതിയ കൺസെപ്റ്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് ഉറപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്